സോ ഇപ്പോൾ സമയം 8:58. 9 മണിയാകുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും. ലിത്വേനിയയിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഓൾഡ് ടൗണിലേക്ക് പോകും. ഇതാണ് നമ്മൾ നിൽക്കുന്ന അപ്പാർട്ട്മെൻറ്റ്. രാവിലെ നമ്മൾ ഇത് എവിടെ മുകളിലാണ് ബെഡ്. രാവിലെ എണീക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളേതോ പാലത്തിൻ്റെ അടിയിലാണ് കിടക്കുന്നതെന്ന്. കണ്ടോ, അവിടെ ബെഡിൻ്റെ മുകളിലേക്ക് അധികം സ്പേസ് ഇല്ല. അപ്പോൾ നമുക്ക് നല്ല രസമാണ്. പിന്നെ ഇങ്ങോട്ട് പോയാൽ ഇവിടെ ഒരാൾ ഒളിച്ച് നിൽക്കുക. ഇങ്ങോട്ട് പോയാൽ ഇച്ച തുറന്നിട്ട കബഡ്, അത് ഇച്ച തന്നെ അടയ്ക്കും. ഇത് ഞാൻ അടയ്ക്കും. ഞാൻ തോറ, അതുകൊണ്ട് നമുക്ക് അടയ്ക്കാറിയില്ല. ഇവിടെ ചെറിയ കിച്ചൻ. അതുകൊണ്ടാണോ എന്ന് എല്ലാവരോടും പറ. ഒക്കെ എന്നോട് സ്നേഹമില്ലാത്തതുകൊണ്ടാണ് ഇത് കടയ്ക്കാൻ പറ്റാത്തത്. ഓക്കെ, ലെറ്റ്സ് ഗോ നൗ, ഷാൽ വി? ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ സ്ട്രീറ്റിൽ സിഗ്നൽസ് ഉണ്ട്. അവിടെ നിന്നിട്ട് എല്ലാവരും പോകുന്നത് ഇതുണ്ട്. നോട്ട് സെക്യൂരിറ്റി എന്നിരിക്കും. നോട്ട് VPN പോലത്തെ ഇതുപോലെ ഉണ്ട്. അവരുടെ സെക്യൂരിറ്റി ആണെന്ന് നോക്കില്ല. അതാണ് ഇവിടുത്തെ മെയിൻ, ഞങ്ങൾ നിൽക്കുന്നിടത്തുള്ള മെയിൻ ജംഗ്ഷൻ. ഞങ്ങൾ ബസ്സിൽ കയറിയിട്ട് ടവറോ പേരോട് ആ ടവറിലേക്ക് പോകും. ആക്ച്വലി ബസ്സിൽ കോൺടാക്ട് ബസ്സിൽ ടാപ്പ് ചെയ്താൽ മതി. അത് നല്ല പരിപാടിയാണ്. 1 മണിക്കൂർ യാത്ര ചെയ്യാൻ 25-30 മിനിറ്റിന് 1 രൂപ. ഞങ്ങൾ ഇപ്പം നമ്മളിവിടെ നിൽക്കുന്നത് ഈ ഷവറിൻ്റെ താഴെ നിൽക്കുന്നത്. ഇവിടെ അതിൻ്റെ ഓഫീസുണ്ട്. ആ ഓഫീസ് ഇപ്പോൾ അടച്ചിരിക്കുക. ഇപ്പോൾ 9:45 10 മണിയാകുമ്പോഴാണ് ഇത് തുറക്കുക. അപ്പോൾ ഒരു 15 മിനിറ്റോടെ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോകാൻ പറ്റും. ആദ്യം നമ്മൾ ചോദിച്ചത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പക്ഷേ ഒരു പ്രാവശ്യം മുകളിലേക്ക് പോകാൻ 2 യൂറോയും രണ്ടാമത് 3 യൂറോയും. പിന്നെ അതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ കാസു അതാണ് അവിടെ ഇവിടെ പുറകിലൊരു ടവറുണ്ട്. അതിൽ വേണമെങ്കിൽ പോകാത്ര. അങ്ങനെയായിരിക്കും. അപ്പോൾ അവിടെ വേണമെങ്കിൽ പോകണോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ അവിടെ ചെന്നിട്ട് തീരുമാനിക്കും. ഇത് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ്. നല്ല സണ്ണി ഡേയാ. കണ്ട, അവിടെ നല്ല നീറ്റാണ്. അധികം ആൾക്കാരില്ല. നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ അങ്ങനെ നമ്മൾ ഗഡിമിനാസ് ടവറിൻ്റെ മുകളിൽ വന്നു. ഇവിടെ ആക്ച്വലി നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ അതാ നല്ല കാറ്റല്ല, ചെറുതായിട്ട് കാറ്റുണ്ട്. എന്നിട്ടും പക്ഷേ അത് ആ ഫ്ലാഗ് നല്ല ഭംഗിയില്ല പറക്കണം. കൊള്ളാല്ലേ? നല്ല വെതറ, തണുപ്പില്ല. ചെറിയ ഇത് നമ്മുടെ ടവറിൻ്റെ വേറൊരു സ്ഥലമാണ്. നമ്മൾ കുറച്ചുകൂടി നമ്മൾ ആദ്യം അവിടെ നിന്നാണ്. ഇതാണ് ടവർ. ഇതിനകത്ത് വേണമെങ്കിൽ പോകാം. അതിനകത്ത് പോകണമെങ്കിൽ 8 യൂറോ പെർ അഡൾട്ട്. പിന്നെ അവർ പറഞ്ഞ അകത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അതിനകത്തൊരു മ്യൂസിയം ഉണ്ട്. പിന്നെ മുകളിൽ വേണമെങ്കിൽ 360 വ്യൂ ഉണ്ട്. ഐ മീൻ യു പ്രിറ്റി മച്ച് ഗെറ്റിംഗ് ദ സെയിം ഹിയർ ഫോർ ഫ്രീ. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിസ്റ്ററിയിൽ ഒരു താല്പര്യമില്ല.
എടി അല്ല ഇതാ ആ 7 കണ്ട രൂപയ്ക്ക് അത് വേർത്തല്ല. മേ ബി ആയിരുന്നു. പക്ഷെ ആ 3 യൂറോൻ്റെ മറ്റേ കയറി വരുന്ന സാധനം നല്ലതായിരുന്നു അല്ലേ? ഒരു മിനിറ്റ് 2 മിനിറ്റ് എത്തുള്ളൂ, പക്ഷേ ഒരു രസം. നല്ല വെയിലുള്ളതുകൊണ്ട് നല്ല ഭംഗിയുണ്ട്. നമ്മൾ എഡിൻബറ കാസലിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് പക്ഷേ മറ്റേ ഇതിൻ്റെ ഡെൻമാർക്കിൽ പോയപ്പോൾ അതിൻ്റെ മുകളിൽ താഴേക്ക് നോക്കിയ പോലെയും തോന്നുന്നുണ്ട് അല്ലേ? ആ, അത് നമുക്ക് പരിചയമില്ലാത്ത സിറ്റി ആയതുകൊണ്ട്. പരിചയം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിതൊക്കെ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. സൈഡിലാണ് ഇതാ ന്യൂ സൈഡ് ഓഫ് ഇവിടെ ന്യൂ കൺസ്ട്രക്ഷൻസ് ആണ് അവിടെ മൊത്തം. അപ്പോൾ നിങ്ങൾ ടവറെല്ലാം കണ്ടു. അതൊക്കെ നെട്ടിപ്പോൾ കൊണ്ടിരിക്കുക. താഴത്തേക്ക് നമ്മൾ ആക്ച്വലി നടന്നാണ് പോകുന്നത്. കാരണം ഇത് എവിടെ എൻഡ് ചെയ്യണമെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ വേറൊരു സ്ഥലത്തേക്ക് പോയി എൻഡ് ചെയ്യാം. നമ്മൾ എൻഡ് ചെയ്യല്ല, ഇതിൻ്റെ എക്സിറ്റ് വേറെ സ്ഥലത്തായതുകൊണ്ട് വേറൊരു സ്ഥലം കാണാം എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ പോകുന്നു. ആ ഇവിടെ പൂ നിൽക്കുന്നതാണ് നല്ല രസമുണ്ടല്ലേ? നല്ല രസമുള്ളൊരു പൂ. സെക്കൻഡ് നോക്ക്, ഇത് ഇതിൽ കാണാത്തൊരു പൂ. ആ ഈ യെല്ലോ നമ്മളവിടെ ഉണ്ട്. എവിടെ യെല്ലോ ഇതാ നമ്മളവിടെ ഉള്ളതാ. പക്ഷേ ഇപ്പോൾ പേർപ്പിളാണ്. ഇതിലെ ലൈലാക്ക്. ഇതിലെയാണ് നമ്മൾ ഇറങ്ങി വന്നത്. ഇപ്പോൾ നമ്മൾ ഇറങ്ങി വന്നത് വളരെ നന്നായി. കാരണം നമുക്ക് നല്ല അടിപൊളി ഒരു ഡോണ്ട് കോൾ ഇറ്റ് റിവർ, ഇതൊരു തോടാണ് അല്ലേ? അമ്മ എപ്പോഴാണ് പറയും തോട്. ഞങ്ങൾ നാട്ടിൽ ആക്ച്വലി തൊടുപുഴയ്ക്ക് പോകുമ്പോൾ ഇതുപോലെ സാധനങ്ങളൊന്നും ഞങ്ങൾ പറയും ഇത് പുഴയാന്ന്. ജീവിയിലാക്കി ഇത് തോടാ. ടെക്നിക്കലി ഇത് തോടാന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ? പിന്നെ ഇത് പുഴയാണോ? അരുവി. നദിയോ? അരുവി. അതെങ്ങനെ? അരുവി നല്ല അരുവി. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അവിടെയൊക്കെ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. അത് എന്തിനാണ് അവിടെ പാർക്ക് ചെയ്യുന്നതെന്നറിയില്ല. മേ ബി ടവറിൻ്റെ പാർക്കിംഗ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു പുഴയാകുമ്പോൾ ആഴം ഉണ്ടാവും. ഇത് അതില്ലാത്ത ഇതൊന്നുമില്ല. ദിസ് ഇസ് സോർട്ട് ഓഫ് അരുവി. ആരാണ് അരുവി? യെസ് മേ ബി. എനിവേ ലെറ്റ്സ് ഗോ. ഞങ്ങൾ നടന്ന് ആ അരുവിയുടെ അതിലെ സൈഡിലൂടെ വന്നിട്ട് ഇപ്പോൾ ഒരു പാർക്കിനകത്ത് വന്നിരിക്കും. ഭയങ്കര ഭംഗിയോടെ കാണാൻ. നമുക്ക് പ്രത്യേകിച്ച് ഇവിടെ ആരെയും കാണുന്നില്ല. 1-2 പേര് ഇടയ്ക്ക് ഇങ്ങനെ നടന്നു പോയതുള്ളൂ. ഇതെന്തോ കഫേയാണെന്ന് തോന്നുന്നു. അറിയില്ല, അതും ക്ലോസ്ഡ്. കഫേ കാരണം അവിടെ സീറ്റിംഗ് ഏരിയ ഉണ്ട്. അതടിപൊളി. ഞങ്ങൾ ഇനി നമ്മൾ നടന്ന് വേറെ എവിടേക്കോ പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ നടന്ന് ഒരു ഓപ്പൺ സ്പേസിലെത്തി. ഈ സ്ഥലത്തിൻ്റെ പേരെന്താണെന്ന് നോക്കിയിട്ട് പറയാൻ പറ്റത്തില്ല. ഇതൊരു ഓപ്പൺ സ്പേസാണ്. ഈ ഡോം നമ്മളിതിൻ്റെ മുന്നിലേക്കാന്ന് തോന്നുന്നു ചെല്ലുന്നത്. അങ്ങനെ നടന്ന് മനുഷ്യൻ്റെ ഉപ്പാടും. അങ്ങനെ ഫൈനലി നമ്മൾ ഇതിൻ്റെ മുന്നിലെത്തി. ആക്ച്വലി ഹ്യൂമങ്കസാണ്. അതായത് ഇത് കഴുത്തേറ്റവും പുറകോട്ട് കണ്ട് നമുക്കിത് കാണാൻ പറ്റില്ല. ഇപ്പോൾ വൈഡ് ആംഗിളിൽ പോലും കിട്ടത്തില്ല. സൂപ്പറാട്ടോ, അത്ര പൊക്കം. നമ്മൾ കണ്ടത് ഒരു തിയേറ്ററിലായിരുന്നു. നല്ല അടിപൊളി തിയേറ്റർ. നമ്മൾ നടന്ന് ഒരു ഇപ്പം നമ്മളിപ്പോൾ ചർച്ചിൻ്റെ ബാക്ക് സൈഡാണിത്. ബാക്കിൽ വേറെ എന്തോ ഒരു ബിൽഡിങ്. അപ്പോൾ ഇതല്ലോ ഇവിടെ എന്താ ഇത് സ്ക്രാച്ച് ആയതുകൊണ്ട് കാണാൻ പറ്റില്ല. കഫേ ആണോ സംശയമുണ്ട്. വേറെ അടിപൊളിയാണ് കേട്ടോ. വളരെ കാം ആൻഡ് ക്വയറ്റാണ്. അങ്ങനെ ഞങ്ങൾ ഒരു കഫേ കണ്ടു. അപ്പോൾ ഈ കഫേയിൽ പോകാമെന്ന് ചോദിക്കും. നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ഡെക്കറൊക്കെ കാണാൻ. ഇത് ഈ എന്താ പറയുക, ഇത് ഈ പള്ളിയുടെ തൊട്ടടുത്താണ്. ഇതാണ് നമ്മുടെ പള്ളി. നല്ല ഭംഗിയുണ്ട് അവിടെ. കൊള്ളാം അല്ലേ? അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിറങ്ങി. ഉണ്ടായിരുന്നു ഭക്ഷണം ഇഷ്ടപ്പെട്ടോ? ഇവിടെ നിന്ന് ക്രോസ് ചെയ്യുന്നത് നല്ലായിരുന്നു അല്ലേ? വലിയ കുഴപ്പമില്ല. വെറൈറ്റി ഫുഡായിരുന്നു. ടോളറേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. ഇനി
ഇനി നമ്മൾ സെൻറ്റ് ആൻസ് ചർച്ച് എന്നുള്ള ചർച്ചിലേക്ക് പോവാം. നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. വണ്ടികളൊക്കെ നല്ല വണ്ടികളൊക്കെ ഇടയ്ക്ക് കൊണ്ടുവന്നുണ്ടോ, റേഞ്ച് റോവർ എല്ലാം നല്ല വണ്ടികളാണ്. റോഡൊക്കെ ഉണ്ടോ, എല്ലാം നല്ല ഇതാണ്, ടേർണൊക്കെയല്ല, അതുകൊണ്ട് നല്ല അടിപൊളി. ഇപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൻ്റെ ഓപ്പോസിറ്റിലുള്ള ഒരു സ്ട്രീറ്റിലൂടെയാണ് പോകുന്നത്. ഇത് അടിപൊളി സ്ട്രീറ്റ്, നല്ല രസമുണ്ട് കാണാൻ. സൈഡിൽ ഇതാണ് അപ്രോ സ്പിരിറ്റ്സിൻ്റെ കഫേ. ഇത് പ്രോപ്പർ യൂറോപ്യൻ ഒരു വൈബാണ്. അവിടെ €3 ഐസ്ക്രീം ഒക്കെ ഉണ്ട്, നല്ല രസമുണ്ട് കാണാൻ. വെരി നൈസ് അല്ലേ? ഇത് സൂപ്പറായി പോയി അല്ലേ? ഇത്രയും കണ്ടതിൽ വെച്ച് ഇതാണ് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഇത്. ഇവിടെ ജലാറ്റോ ഒക്കെ കിട്ടും കേട്ടോ. പക്ഷെ ഇപ്പോൾ ഭക്ഷണം കഴിച്ചു പോയി കഴിഞ്ഞിട്ട്. ജലാറ്റോ ഇതൊക്കെ നല്ല കഫേ ആയിരുന്നു. നമുക്ക് ഇവിടെ കഴിക്കാമായിരുന്നു, നമുക്കറിയില്ലായിരുന്നല്ലോ ഈ കഫേ നല്ല രസമുണ്ട് കാണാൻ. ഇത് പക്ഷെ നമ്മുടെ നല്ല ഇതിൻ്റെ പ്രത്യേകം എന്താ പറയുക, ഇത് അകത്തിരിക്കണം. ഇവിടെയൊക്കെ വേറെ എന്ത് ഉണ്ടാക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു മറ്റേ ഗുലാബ് ജാമുനും അല്ല, നമ്മുടെ ബോംബെ അല്ലാത്തൊരു സാധനം ആ ഷേപ്പിലിരിക്കും. എന്നിട്ട് അതിൻ്റെ മേളിൽ ഷുഗർ പൗഡർ ഇട്ടിട്ട്. ഇത്രേ ഉള്ളൂ സ്ട്രീറ്റ്, അത്രയായിരുന്നു അത്രയും ഭംഗിയുള്ള സ്ഥലങ്ങൾ. അങ്ങനെ നമ്മൾ നടന്ന് ഇത് നമ്മുടെ പോർട്ടലുണ്ടല്ലോ അമേരിക്കയിലേക്ക് കാണുന്നത്, അത് ഞാൻ ഇതുവരെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പറഞ്ഞ ലിത്വേനിയയിലുണ്ട്. നൈസ് A6. അതുപോലെ ഫൈനലി ഇതിപ്പോൾ അവർക്ക് അവിടെ രാത്രി അത്ര ആരുമില്ല, അവർക്ക് അവിടെ രാത്രി. അമേരിക്കയിൽ എവിടെയാണെന്ന് അറിയില്ല. നല്ലൊരു സ്ക്വയർ ആട്ടോ, നല്ല രസമുണ്ട് കാണാൻ. ഞങ്ങൾ നടന്ന് വേറൊരു സ്ക്വയർ, ആ സ്ക്വയറിൻ്റെ ബാക്കിയാണ് അവിടെ എത്തി. ഇവിടെ നല്ല ഭംഗിയുണ്ട്, നിറയെ ചർച്ചുകളാണ്, വരുന്ന വഴിക്കൊക്കെ ചർച്ചുകളതാ. ഇത് വരണം, എന്ത് പള്ളിയൊന്നുമില്ല, പള്ളിയാണെന്ന് തോന്നുന്നു. നല്ല വലിയ ഭയങ്കര വലുപ്പമുള്ള പള്ളികളും. പക്ഷേ ഇത് സെന്റ് ആൻസ് അല്ല അല്ലേ? അല്ല, ഞങ്ങൾ നോക്കി വന്ന പള്ളി ഇതാണ്. എല്ലാം നോക്കിയിട്ട് ഞങ്ങൾ നടന്നൊരു റെസിഡൻഷ്യൽ ഏരിയ പോലെ സ്ഥലത്ത് വന്നിരിക്കുക. നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. ബിൽഡിങ്ങുകളെല്ലാം നല്ല രസമാണ് കാണാൻ. ഇത് ഈ വഴിയുടെ അപ്പുറത്ത് ടൗൺ സെൻറ്ററല്ല, നേരത്തെ കണ്ട ആ തിരക്കുള്ള സ്ഥലം. അങ്ങനെ പറഞ്ഞ് നമ്മൾ സെൻറ്റ് ആൻസ് ചർച്ച് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇതൊരു സംഭവമാണ്. പോകുന്ന വഴിയെല്ലാം നല്ല രസമാണ്, ഒട്ടും അടുക്കുന്നില്ല. അത് വെതർ നല്ല സുഖമാണ്, കാറ്റുമില്ല എന്നാൽ ചൂടുമില്ല. ഇപ്പം സമയം ഇവിടെ എത്ര 1:53 ആയിട്ടുള്ളൂ, പക്ഷേ ഫീൽസ് ലൈക്ക് ഒരു 4 മണിക്കാണ്. അടിപൊളി കേട്ടോ ഈ ചർച്ച്, ഫാന്റാസ്റ്റിക്. ഗോത്തിക്കോ தெரியாது, എങ്ങൾക്ക് தெரியாது. നമ്മൾ റിപ്പബ്ലിക് ഓഫ് ഉസൂപ്പിസിൽ വന്നിരിക്കുകയാണ്. ഇത് ലിത്വേനിയയുടെ തന്നെ ഒരു ചെറിയ റിപ്പബ്ലിക് പോലെ ഉണ്ടാക്കിയിരിക്കുക. ഇവിടെ അവർക്ക് തന്നെ റൂളുകൾ, അവരുടെ തന്നെ ഒരു ആർമിയൊക്കെ ഉണ്ടായിരുന്നു, ഒരു 3-5 പേരുടെ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പ്രത്യേകിച്ച് ഇങ്ങനെയൊന്നും കാണാൻ കഴിയുന്നത് കുറേ ആർട്ട് വർക്കുകളും കാര്യങ്ങളൊക്കെ. ഇത് ദലൈലാമയാണ് അല്ലേ? ദലൈലാമയില്ലേ ഇത്? പുള്ളിയൊക്കെ വന്നതിൻ്റെയൊക്കെ അതിൽ. ഇപ്പോൾ നമ്മൾ വന്നിട്ട് ഒരു ഇടവഴിയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ ഇന്ന ഒരു സ്ഥലമൊന്നുമില്ല, കുറേ സ്ട്രീറ്റുകളും കുറേ ഗ്രഫീറ്റിയൊക്കെ ചെയ്തിരിക്കുന്നത്. ആ മെയിൻ ഗ്രഫീറ്റിയൊക്കെ ചെയ്തിരിക്കുന്ന സ്ഥലത്ത് തപ്പിയിട്ടാണ് നമ്മൾ നടക്കുന്നത്. ഓക്സ്ഫോർഡ് ഷൂ വിത്ത് ദ ഹിസ്റ്ററി, ഇംഗ്ലീഷാണ്. ഇത് ഇവരുടെ മെയിൻ സ്ക്വയർ ആണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. ഇവിടുത്തെ ബാറിലെ ചെയർ ഉണ്ടാവും, ഊഞ്ഞാല.
ഇതെല്ലാം ഉസുപ്പിസ് തന്നെയാണ്. ഉണ്ട് ആൾക്കാർ, സാധാരണ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. ഇതാണ് നമുക്ക് നോർമലി ടൗണിൽ കിട്ടാത്തത്. കണ്ടോ, നമ്മൾ ശരിക്കും ടി വിയിലൊക്കെ കാണുന്ന പോലത്തെ വീടും അതിൻ്റെ മുന്നിൽ ഓടും. വാവ്, ദിസ് ഈസ് പ്രോപ്പർ യൂറോപ്പ്. ഇത് ഈസ്റ്റേൺ യൂറോപ്പ് ഐ വുഡ് കോൾ ഇറ്റ്. രസമല്ലേ? ഞങ്ങളിപ്പോൾ നടന്നു വരുന്ന വഴിക്കൊരു അലിവേ കണ്ടതാണ്.